ഇന്ന് ജീവിതത്തിൻ്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന വിവാഹ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന റിജിൻ ആൻസി, കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, റിജിനെയും ആൻസിയെ സംബന്ധിച്ച് ഇന്ന് അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് അവർ ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ വിവാഹ കൂദാശയിലൂടെ നിങ്ങൾ രണ്ടായിരുന്നവരെ ദൈവം ഇന്ന് പുരോഹിതനിലൂടെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വിവാഹ കൂദാശയ്ക്ക് നാം ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിവാഹ കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന റിജിനും ആൻസിക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള എല്ലാ മംഗളങ്ങളും ആശംസകളും ആദ്യമേ നേരുകയാണ്. കത്തോലിക്ക സഭയുടെ വിവാഹ കൂദാശയെക്കുറിച്ച്, വിവാഹ കൂദാശയുടെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 2 ടേമുകളാണ് ഈ കത്തോലിക്ക സഭ വിവാഹ കൂദാശയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്: യൂണിറ്റി ആൻഡ് ഇൻഡിസോളബിലിറ്റി. അതുതന്നെയാണ് ഇന്നത്തെ വചനഭാഗത്ത് കൃത്യമായിട്ട് നാം വായിച്ചു കേട്ടത്. ഇവർ 2 അല്ല, ഇനി അവർ 1 ആണ്. ഇവർ ഇനി 2 അല്ല, 1 ആണ്. റിജിൻ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു, ആൻസി മറ്റൊരു കുടുംബത്തിലെ അംഗമായിരുന്നു. അപ്പോൾ ഈ വിവാഹ കൂദാശയിലൂടെ ഈ 2 മക്കള് ഇന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഒരുമയോടുകൂടി ഇനി ജീവിത അവസാനം വരെ ജീവിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് സഭ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. നിങ്ങളുടെ ഭൗതികമായും ആത്മീയമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരുമ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളിനി പ്രവേശിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ചില വാക്കുകളും കൂടി നിങ്ങൾ ഓർക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ മോതിരങ്ങൾ വാഴ്ത്തി നിങ്ങളുടെ കൈകളിൽ അണിയിച്ചിരിക്കുക. റിങ്ങിൽ അവസാനിക്കുന്ന ഒരു 3 വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. ഒന്നാമത്തെ വാക്ക് ഷെയറിങ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ജീവിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. റിജിൻ്റെ ജീവിതത്തിൽ ഇനി രഹസ്യമായിട്ട് ഒന്നുമില്ല. റിജിൻ അതെല്ലാം ആൻസിയോട് നിങ്ങൾ ഷെയർ ചെയ്യണം. ആൻസിയുടെ ജീവിതത്തിലായാലും ഒന്നും രഹസ്യമായതില്ല, എല്ലാം റിജിനോട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവിധമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം ഷെയർ ചെയ്യുവാനായിട്ട് നിങ്ങൾ കടപ്പെട്ടവരാണ്. രണ്ടാമത്തെ ഒരു വാക്ക് കെയറിങ് എന്നുള്ളതാണ്. റിജിനെ അവൻ്റെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും കെയർ ചെയ്യുവാൻ ആൻസി കടപ്പെട്ടവളാണ്. അതോടൊപ്പം തന്നെ ആൻസിയുടെ ജീവിതത്തിലും എല്ലാ കെയറിങ്ങും സംരക്ഷണവും നൽകുവാൻ റിജിനും കടപ്പെട്ടവരാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം ഒരു കെയറിങ്, ഒരു സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. മൂന്നാമതായുള്ളൊരു വാക്ക് ബെയറിങ് എന്നുള്ളതാണ്. നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും താഴ്ചകൾ ഉണ്ടാകാം, ചില പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം, ചില വേദനകൾ ഉണ്ടാകാം. ആ നിമിഷങ്ങളിലൊക്കെ പരസ്പരം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് നിങ്ങൾ. ആൻസിയുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടാകുമ്പോൾ, ആൻസിയുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ റിജിൻ തൻ്റെ കരങ്ങൾ കൊണ്ട് വഹിക്കുവാൻ തക്കവിധം റിജിൻ ഇടവരുത്തണം. അതോടൊപ്പം തന്നെ റിജിൻ്റെ ജീവിതത്തിലും കുറവുകളും ബലഹീനതകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ ആൻസി വേണം റിജിനെ വഹിക്കുവാൻ കടപ്പെട്ടവളായി ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ 3 വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കുന്നത്, നിങ്ങളുടെ യൂണിറ്റി വർദ്ധിപ്പിക്കുന്നത് ഈ 3 വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഓർക്കുമ്പോഴാണ്. 1 ഷെയറിങ്, 2 കെയറിങ്, 3 ബെയറിങ് എന്നുള്ള വാക്ക്. രണ്ടാമത് കത്തോലിക്ക സഭ നിങ്ങളെ പഠിപ്പിക്കുന്നത് വിവാഹ കൂദാശയുടെ അടിസ്ഥാനപരമായ മറ്റൊരു വാക്ക് ഇൻഡിസോളബിലിറ്റി എന്നുള്ളതാണ്. അത് അർത്ഥം വയ്ക്കുന്നത് നിങ്ങൾ ഒരുമയിൽ ഇനി ജീവിക്കുമ്പോൾ ഭൗതികമായതോ മാനുഷികമായ ഒരു കാരണങ്ങളും നിങ്ങളുടെ ഈ ബന്ധത്തെ തകർക്കാൻ പാടില്ല എന്നുള്ളതാണ്.
അതുകൊണ്ടല്ലേ വചനത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ യോജിപ്പിക്കുന്നത് ദൈവമാണ്. ഈ ബന്ധത്തെ ഒരിക്കലും ഭൗതികമായ ഒരു കാരണങ്ങളും ഈ ബന്ധത്തെ വേർപെടുത്തുവാൻ ഇടവരുത്തുവാൻ നിങ്ങൾ സാഹചര്യം ഉണ്ടാക്കരുത്. ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ആദ്യത്തെ കുടുംബ ജീവിതത്തെക്കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നുണ്ട്. ആദവും ഹൗവയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ അവർ പുതിയ ഒരു ജീവിതം ആരംഭിക്കുന്നു. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ തകർച്ചയ്ക്കുണ്ടായ ചില കാര്യങ്ങളും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ കുടുംബജീവിതം തകരുവാനുണ്ടായ ഒന്നാമത്തെ ഒരു കാര്യം, അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ല എന്നുള്ളതാണ്. അവർ ഭൗതികമായ പഴത്തിൻ്റെ പുറവെ, ഭൗതികപരമായ കാര്യത്തിൻ്റെ പുറവെ അവർ പോയപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ തകർച്ചയ്ക്കുണ്ടായ ഒന്നാമത്തെ കാരണം. പ്രിയ റിജിൻ, ആൻസി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവം വസിക്കുന്ന, ദൈവം കൂടെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായിട്ട് നിങ്ങൾ തീരണം. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഞായറാഴ്ചകളിൽ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാനയ്ക്ക് മുടക്കം വരുത്തരുത്. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഞായറാഴ്ചകളിൽ, എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുമിച്ച് നിങ്ങൾ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ ബലപ്പെടുത്തുകയും ചെയ്യണം. രണ്ടാമതായി, നിങ്ങളുടെ കുടുംബത്തിൽ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതല്ലേ സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവഭക്തൻ്റെ ഭവനത്തിനും വ്യക്തിക്കും ചുറ്റും ദൈവം കാവൽ ഏർപ്പെടുത്തുമെന്നുള്ളത്. അപ്പോൾ പ്രിയമക്കളെ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതം മാറണം. ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ഭൗതിക ശക്തികൾക്കും നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തെ തകർക്കുവാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ കുടുംബജീവിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത്, ആദവും ഹൗവയും പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവം അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആദത്തോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, ആദം, ഞാൻ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചു. അതാണ് കർത്താവ് ആദത്തോട് ചോദിക്കുന്ന ചോദ്യം. പക്ഷേ ആദം എന്താണ് ഉത്തരം നൽകുന്നത്? എന്ത് ഉത്തരം നൽകുന്നേ? നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ പറയണം, അല്ലേ? ആദത്തോട് ചോദിച്ചാൽ ഞാൻ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചോ. അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന 2 ഉത്തരങ്ങൾ ആദത്തിന് നൽകായിരുന്നു. ഒന്ന്, ഭക്ഷിച്ചു, ഇല്ലെങ്കിൽ ഭക്ഷിച്ചില്ല. ഓക്കെ, ഈ 2 ഉത്തരങ്ങളായിരുന്നു ആദത്തിന് നൽകാൻ പറ്റുന്നത്. പക്ഷേ ആദം കൊടുത്ത ഉത്തരം എന്താണ്? നീ എനിക്ക് കൂട്ടിന് തന്ന ഇവളെനിക്ക് ഫലം തന്നു, ഞാനത് ഭക്ഷിച്ചു. അതാണ് ആദം നൽകുന്ന ഉത്തരം, അല്ലേ? എനിക്ക് നീ കൂട്ടിന് തന്ന, ഇവള് തന്ന പഴം ഞാൻ ഭക്ഷിച്ചു എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇവള്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ആദം ഹൗവയെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ അസ്ഥി എന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസം. ഇതാണ് അവരുടെ കുടുംബജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണം. രണ്ടാമത്തെ ഒരു കാരണം, കൂട്ടിന് നൽകിയ സ്ത്രീയെ അവൻ ആ സമയത്ത് തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അവന് കൊടുക്കാൻ പറ്റുന്ന ആൻസറിന് പകരമായിട്ട് അവൻ ഭാര്യയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറ്റം ആരോപിക്കുവാൻ തുടങ്ങി. പ്രിയമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം കുറ്റം വിധിക്കുവാൻ നിങ്ങൾ എപ്പോൾ തുടങ്ങുന്നുവോ അവിടെ നിങ്ങളുടെ സ്നേഹം കുറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. അതാണ് നിങ്ങൾ പരസ്പരം സംരക്ഷിക്കേണ്ടവരും പരസ്പരം കെയർ ചെയ്യേണ്ടവരും പരസ്പരം വഹിക്കുകയും ചെയ്യേണ്ടവരാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾ പരസ്പരം കുറ്റം വിധിക്കുവാൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്ന് തുടങ്ങുന്നുവോ അന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൽ പരാജയം ഉണ്ടാവുകയാണ്. നസ്രത്തിലെ തിരുക്കുടുംബത്തെക്കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നത് ഇപ്രകാരമാണ്.
യൗസേപ്പ് പിതാവിനുണ്ടായ മറ്റൊരു പ്രത്യേകത ഇപ്രകാരം വചനത്തിൽ പറയുന്നുണ്ട്, അവൻ തൻ്റെ ഭാര്യയെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. തൻ്റെ ഭാര്യയെ അപമാനിതയാക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. പരസ്പരം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്. അപ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം വളരെ മനോഹരമുള്ളതും സന്തോഷമുള്ളതും ആയിത്തീരും എന്നുള്ളതാണ്. പ്രിയമക്കളെ, അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭ വിവാഹ ജീവിതത്തിൽ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ദൈവം ഈ കുടുംബജീവിതത്തിലൂടെ ധാരാളം കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ മക്കളെ വിശ്വാസത്തിലും ആഴത്തിലും വളർത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ തടയുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു വെക്കുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന്. അപ്പോൾ ശിശുക്കൾ കർത്താവിനെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് ആ കുടുംബത്തിലെ മക്കളുടെ എണ്ണവും മക്കളെ നിങ്ങൾ വളർത്തുന്നതിനും അനുസരിച്ചായിരിക്കും. നിങ്ങൾക്ക് ദൈവം ദാനമായി നൽകുന്ന, ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ അനുഗ്രഹത്തോടു കൂടി നൽകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും ദൈവഭക്തിയിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹത്തിലും വളർത്തുവാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ദൈവം എത്ര കുഞ്ഞുങ്ങളെ നൽകിയാലും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഈ വിവാഹ കൂദാശയ്ക്ക് നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നിങ്ങൾ ഒരുമിച്ച് ആയിരിക്കുന്നത്. ആദ്യ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിൽ മൂന്നാമതായി ഒരു വ്യക്തി അവരുടെ കുടുംബജീവിതത്തിലേക്ക് സർപ്പം പ്രവേശിച്ചപ്പോഴാണ് അവരുടെ കുടുംബജീവിതത്തിൽ തകർച്ച ഉണ്ടായത്. പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഇവരുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഒരു മൂന്നാമതായി ഒരാളായി പ്രവേശിക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇവരുടെ ജീവിതത്തിലെ കുറവുകൾ, ഇവരുടെ ജീവിതത്തിലെ പോരായ്മകൾ ഇവർ പരസ്പരം സംസാരിച്ച് തീർത്തോളും. ഇവരുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിൽ ഇവർ തമ്മിൽ തീരുമാനങ്ങൾ എടുത്തോളും. നിങ്ങൾ മൂന്നാമതായി ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രകാരം ഇവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ഇവരുടെ കുടുംബജീവിതത്തെ തകർക്കുന്നതിന് തുല്യമായിരിക്കും. നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരുടെ കുടുംബജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടി നിങ്ങൾ ഇവരോട് ചേർന്ന് നിൽക്കുക. ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുവാൻ നിങ്ങൾ ദയവ് ചെയ്ത് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകരുത്. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ രണ്ട് മക്കളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രണ്ട് മക്കളെയും ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് ഈ മക്കൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇവിടെ ആയിരിക്കാം. ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്ന എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ പേരിൽ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകൾ ഈ സമയത്ത് നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.